ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡേ 7 ക്ലാസ്സിലാണ് ഉള്ളത്. ഡേ 1 മുതൽ ഡേ 6 വരെ നമ്മൾ ബേസിക്കായ ഗ്രാമർ ഹിന്ദി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇതിലൊക്കെ നമ്മൾ സെൻറ്റൻസോട് കൂടി കഴിഞ്ഞ ക്ലാസ്സിലും ഇതിൻ്റെ ഒക്കെ കമ്പാരിസണും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡേ 1 മുതൽ ഡേ 6 വരെ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം, നിങ്ങളവിടെ പോയി ക്ലിക്ക് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഡേ 7 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്നുള്ളതാണ്. ഹിന്ദി ക്വസ്റ്റ്യൻസ് സെൻറ്റൻസിൽ ചോദിക്കുന്നതിന് മുൻപ് നമ്മൾ വേർഡ്സിൽ പഠിച്ചിരിക്കണം. എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് വേർഡ്സിൽ ചോദിക്കേണ്ടത് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ സെൻറ്റൻസ് ആക്കി ചോദിക്കുന്നത്. വരും നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വേർഡാണ് വാട്ട്, എന്ത്. ഇത് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ക്യാ. നെക്സ്റ്റ് ഹൂ, ആര്. ഇതിനെ നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് കോൻ, കോൻ. നെക്സ്റ്റ് വേർ, എവിടെ. കഹാം, കഹാം. വെൻ, എപ്പോൾ. കബ്, കബ്. ഇനി നെക്സ്റ്റ് വിച്ച്, ഏത്. കോൺസാ, കോൺസാ. ഇനി നെക്സ്റ്റ് വൈ, എന്തുകൊണ്ട്. ക്യോം, ക്യോം. ഹൗ മച്ച്, എത്ര. കിത്തന, കിത്തന. ഇനി നെക്സ്റ്റ് ഹൂസ്, ആരുടെ. കിസ്കാ, കിസ്കാ. ഇനി നെക്സ്റ്റ് ഹൗ, എങ്ങനെ. കൈസേ, കൈസേ. നമ്മൾ മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സ് ഇത്രയേ ഉള്ളൂ. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചോളൂ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഇതിലുള്ള ഏതെങ്കിലും വേർഡ്സ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തിട്ടുള്ള സെൻറ്റൻസ് നോക്കാം. വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേര് എന്താണ്. ഇത് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ നാം ക്യാ ഹേ. ആപ്ക എന്നുള്ളത് നിങ്ങളുടെ, നാം എന്നുള്ളത് പേര്, ക്യാ എന്നുള്ളത് എന്ത് എന്നുള്ളതാണ്. ക്യാ ഹേ എന്നാകുമ്പോൾ എന്താണ്. ഇത് തന്നെ നമ്മൾ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പറയുക ഹിന്ദിയിൽ? തുമാരാ നാം ക്യാ ഹേ, തുമാരാ നാം ക്യാ ഹേ. ഇനി നമ്മൾ നെക്സ്റ്റ് ചോദിക്കുന്നത് ഹൗ ആർ യു, സുഖമാണോ. ആപ് കൈസേ ഹേ, ആപ് കൈസേ ഹേ. ഇതിൽ കൈസേ എന്നുള്ളത് എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്. ഇനി നെക്സ്റ്റ് ഹൗ ഈസ് യുവർ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിന് സുഖമാണോ. ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക? ആപ്ക പരിവാർ കൈസാ ഹേ, ആപ്ക പരിവാർ കൈസാ ഹേ. ഇതിൽ പരിവാർ എന്നുള്ളത് ഫാമിലിയാണ്. നെക്സ്റ്റ് നോക്കാം. ഹു ആർ യു, നിങ്ങൾ ആരാണ്. ആപ് കോൻ ഹേ, ആപ് കോൻ ഹേ. ആപ് എന്നുള്ളത് നിങ്ങൾ, കോൻ എന്നുള്ളത് ആര്, കോൻ ഹേ ആരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം, താങ്കളുടെ പിതാവിൻ്റെ പേര് എന്താണ്. ആപ്കെ പിതാജി കാ നാം ക്യാ ഹേ, ആപ്കെ പിതാജി കാ നാം ക്യാ ഹേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം, നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്. ആപ്കി മാ കാ നാം ക്യാ ഹേ, ആപ്കി മാ കാ നാം ക്യാ ഹേ. ഇവിടെ മാ എന്നുള്ളിടത്ത് മാതാജി എന്നും ചേർക്കാം. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്. വഹ് ക്യാ ഹേ. നമ്മളിവിടെ കണ്ടു അത് എന്നുള്ളതിനാണ് വഹ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്ന് പറയുന്നതിനോ യഹ്. ഇത് എന്താണ് എന്നുള്ളതിനെ എങ്ങനെ പറയും? യഹ് ക്യാ ഹേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് ആർ യു ഇൽ, നിങ്ങൾക്ക് സുഖമില്ലേ, നിങ്ങൾ എന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത് ചോദിക്കുന്നതാണ്. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ക്യാ ആപ് ബീമാർ ഹേ, ക്യാ ആപ് ബീമാർ ഹേ. ബീമാർ എന്നുള്ളത് അസുഖം എന്നതാണ് അതിൻ്റെ മീനിങ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ചേർത്തിട്ടുള്ളത് ക്യാ അല്ലേ, അതുകൊണ്ടാണ് അസുഖമുണ്ടോ എന്നുള്ള അർത്ഥമായിട്ട് വരുന്നുണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ്
വേർ ആർ യു, നിങ്ങൾ എവിടെയാണ്. ഇത് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ എങ്ങനെ പറയാം, ആപ് കിധർ ഹേ എന്നും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ആപ് കഹാം ഹേ എന്നും ചോദിക്കാം. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ആർ യു, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്. ആപ്കി ആയു അല്ലെങ്കിൽ ഉമ്ര ക്യാ ഹേ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആപ്കി ആയു ക്യാ ഹേ എന്നും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആപ്കി ഉമ്ര ക്യാ ഹേ എന്നും ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഈസ് യുവർ ഹൗസ്, ഏതാണ് നിങ്ങളുടെ വീട്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ആപ്ക ഘർ കോൺസാ ഹേ, ആപ്ക ഘർ കോൺസാ ഹേ. ഇതിൽ ആപ്ക എന്നുള്ളത് നിങ്ങളുടെ, ഘർ വീട്, കോൺസ അതായത് ഏതാണ്. ഇനി നെക്സ്റ്റ്, ഹൂസ് ഇസ് ദിസ്, ഇത് ആരുടേതാണ്. യഹ് കിസ്കാ ഹേ, യഹ് കിസ്കാ ഹേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആം ഐ, ഞാൻ എവിടെയാണ്. മേ കഹാ ഹൂ, മേ കഹാ ഹൂ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം, വേഴ്സ് യുവർ ഹോം, നിങ്ങളുടെ വീട് എവിടെയാണ്. ആപ്കാ ഘർ കഹാം ഹേ, ആപ്കാ ഘർ കഹാം ഹേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം, വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്ന് വരുന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാമെന്ന് നോക്കാം. ആപ് കഹാം സേ ഹേ, ആപ് കഹാം സേ ഹേ. ഇവിടെ കഹാം എന്നുള്ളിടത്ത് കിദർ എന്നും നമുക്ക് ആഡ് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. ആപ് കഹാം രഹത്തെ ഹേ, ആപ് കഹാം രഹത്തെ ഹേ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു. ആപ് ക്യാ കർ രഹേ ഹേ, ആപ് ക്യാ കർ രഹേ ഹേ. ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും അതുപോലെ തന്നെ ഒരു മുതിർന്ന വ്യക്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടെയാണ് അല്ലേ. അതുകൊണ്ടാണ് രഹേ എന്ന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മൾ സമപ്രായക്കാരായ ഒരാളോടാണ് ചോദിക്കുന്നതെങ്കിലോ, തും ക്യാ കർ രഹാ ഹേ എന്നും ചോദിക്കണം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം, ഈസ് എവരിതിങ് ഓക്കെ, എല്ലാം ശരിയല്ലേ. ക്യാ സബ് ടീക്ക് ഹേ, ക്യാ സബ് ടീക്ക് ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ യു ഇൻ ചെന്നൈ, നിങ്ങൾ ചെന്നൈയിലാണോ. ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാമെന്ന് നോക്കാം. ക്യാ ആപ് ചെന്നൈ മേ ഹേ, ക്യാ ആപ് ചെന്നൈ മേ ഹേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു കം, നിങ്ങൾ വരുമോ. ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാമെന്ന് നോക്കാം. ക്യാ ആപ് ആ സക്തേ ഹേ, ക്യാ ആപ് ആ സക്തേ ഹേ. നെക്സ്റ്റ്, ഇസ് ദിസ് ഗുഡ്, ഇത് നല്ലതാണോ. ക്യാ യഹ് അച്ഛാ ഹേ, ക്യാ യഹ് അച്ഛാ ഹേ. നെക്സ്റ്റ്, വെൻ വിൽ യു കം, നീ എപ്പോൾ വരും. ഇത് ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാൻ നോക്കാം. തും കബ് ആവോഗേ, തും കബ് ആവോഗേ. ഇതിനി നമ്മൾ കുറച്ച് മര്യാദയോടെ ചോദിക്കുകയാണെങ്കിൽ ആപ് കബ് ആയെങ്കേ, ആപ് കബ് ആയെങ്കേ. ഈ ഒരു സെൻറ്റൻസ് ഫ്യൂച്ചർ ടെൻസ് ആണ് ഉള്ളത്. ഇനി നെക്സ്റ്റ്, ഹൗ ആർ യു കമ്മിങ്, നിങ്ങൾ എങ്ങനെ വരുന്നു. ഇതിന് ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നോക്കാം. ആപ് കൈസേ ആ രഹേ ഹേ, ആപ് കൈസേ ആ രഹേ ഹേ. ഇനി നെക്സ്റ്റ്, വേർ ആർ യു ഗോയിങ്, നിങ്ങൾ എവിടെ പോകുന്നു. ആപ് കഹാം ജാ രഹേ ഹേ, ആപ് കഹാം ജാ രഹേ ഹേ. നെക്സ്റ്റ്, വാട്ട് ആർ യു സേയിങ്, നിങ്ങൾ എന്താണ് പറയുന്നത്. ആപ് ക്യാ കഹ് ഹേ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ആപ് ക്യാ ബതാ രഹേ ഹേ എന്നും നമുക്ക് ചോദിക്കാം. ഇനി നെക്സ്റ്റ്, വെൻ ഡു യു സ്ലീപ്പ്, നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുക. ഇതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക. ആപ് കബ് സോത്തേ ഹേ, ആപ് കബ് സോത്തേ ഹേ. സോ അത്രയേ ഉള്ളൂ. ഡേ 7-ൽ 25-നും മേലെ ക്വസ്റ്റ്യൻ സെൻറ്റൻസാണ് നമ്മളിന്ന് പഠിച്ചത്. ക്വസ്റ്റ്യൻ വേർഡ്സും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.